നവജാത ശിശുക്കൾക്ക് ഫോർമുല ഫീഡ്സ് തുടക്കത്തിൽ ഇനിഷ്യേറ്റ് ചെയ്താൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ഈ ഫോർമുല ഫീഡ്സ് കൊടുക്കുമ്പോൾ കുഞ്ഞിന്റെ വിശപ്പ് കുറയുകയും ആയതിനാൽ സക്ക് ചെയ്യാനുള്ള താല്പര്യം കുഞ്ഞിന് കുറയുകയും ചെയ്യുന്നു. ഈ സക്കിംഗ് റിഫ്ലെക്സ് ഉണ്ടാകുമ്പോൾ മാത്രമേ പാൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ഹോർമോൺസ് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. അതിനാൽ തന്നെ ഫോർമുല ഫീഡഡ് ബേബീസിന് സക്കിംഗ് കുറയുന്നതിനാൽ മദറിന് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷന്റെ അളവ് കുറയാൻ കാരണമാകുന്നു. അതേപോലെ ഫോർമുല ഫീഡ്സ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. വയറിന് സ്തംഭനം, ഗ്യാസ് പ്രൊഡക്ഷൻ, മലബന്ധം, അതുപോലെ ഗട്ട് മൈക്രോബയോംസിന്റെ പ്രൊഡക്ഷൻ കുറയുന്ന കാരണം ഇമ്മ്യൂണിറ്റി കുറവ്, ഇതെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ മുലപ്പാൽ ഉള്ളതുപോലെ ബ്രെയിൻ്റെ ഗ്രോത്തിന് വേണ്ടുന്ന ഘടകങ്ങളും ഇമ്മ്യൂണിറ്റിക്കുള്ള ഘടകങ്ങളും ഫോർമുല ഫീഡിൽ കുറവായിരിക്കും താരതമ്യേന. മാത്രമല്ല, ലോങ് ടേമിൽ ചില അലർജി പ്രശ്നങ്ങളും എക്സിമ പോലത്തെ സ്കിൻ പ്രശ്നങ്ങളും ഫോർമുല ഫീഡ് ബേബീസിൽ കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. എല്ലാം പുറമെ അഡിക്വേറ്റ് എമൗണ്ടിലെ എല്ലാ ന്യൂട്രീഷ്യൻസും ചേരുന്ന രീതിയിലുള്ള ഫോർമുല മിൽക്ക് മാത്രമേ കുഞ്ഞിന് കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ ഫോർമുല ഫീഡ്സ് ശരിയായ പ്രപ്പോർഷനിൽ കൊടുത്തില്ലെങ്കിൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരാം. അതേപോലെ ഫോർമുല ഫീഡ് ബേബീസിന് ഒബിസിറ്റിയുടെ റിസ്ക്കും കൂടുതലായി കണ്ടുവരുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ ഫസ്റ്റ് ഫീഡ് എപ്പോഴും മുലപ്പാൽ തന്നെ ആകാൻ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻ കേസ് അതിനുള്ള സാഹചര്യം ഇല്ലാത്ത പക്ഷം ഒരു പീഡിയാട്രീഷ്യൻ്റെ അഡ്വൈസോടുകൂടി മാത്രം ഫോർമുല ഫീഡ് സ്റ്റാർട്ട് ചെയ്യുക. അതും അറ്റ് ദി ഏർലിയസ്റ്റ് ബ്രസ്റ്റ് മിൽക്കിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് നടത്തേണ്ടതാണ്.